അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുരുവട്ടൂർ നൗഷാദ് സാഹിബിനോട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായ ഒരു രസകരമായ പരാമർശത്തെ ഞാൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് അത് അങ്ങനെ പറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും സഹജമായി ഉണ്ടാകുന്നൊരു വിഷയമാണ് നാക്കിൽ പിഴ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രസകരമായൊരു അതിനേക്കാളും വലിയ അബദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു മറുപടിയാണ് അതിന് മറുപടിയായിട്ട് അടുത്ത സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായത്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ നൗഷാദ് സാഹിബ് കുരുവട്ടൂർ, നമ്മൾ സാഹിബ് എന്ന് വിളിക്കുന്നത് എപ്പോഴും എത്ര ആദർശ വിരുദ്ധരായിട്ടുള്ള എത്ര വലിയ പ്രതിയോഗികളാണെങ്കിലും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അനുവാചകരോടും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇടുന്നവരുണ്ട്. ഞാൻ അവരോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഭാഷ എപ്പോഴും സഭ്യമായിരിക്കണം. നമ്മുടെ മുന്നിലുള്ളവരുടെ അവരുടെ ഭാഷ എന്താണോ അതുപോലെ പറയുക എന്നുള്ളൊരു ശൈലി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അക്രമിയായി ചരിത്രത്തിൽ കാണപ്പെടുന്ന ഫിർഔന്റെ മുമ്പിൽ പോലും പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് വളരെ മയമായ രൂപത്തിൽ സഭ്യമായ രൂപത്തിൽ പറയണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധമായ ഖുർആനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസ്പെക്റ്റാണ് സാഹിബ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആരോടും പറയാമല്ലോ. അപ്പോൾ നൗഷാദ് സാഹിബ് കുരുവട്ടൂർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്, അദ്ദേഹത്തിൻ്റെ ചർച്ച, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്തുമാകട്ടെ, ആ വിഷയം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുന്നവരുടെ യോഗ്യതയാണ് അദ്ദേഹം പറയുന്നത്. അത് കേവലം ഇരുന്നാൽ മനസ്സിലാവില്ല. തൻ്റെ മുമ്പിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും അത് തിരിയുകയുമില്ല. അത് മനസ്സിലാക്കപ്പെടുന്നിടത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമാവില്ല. അതിനെന്തെങ്കിലും ഒരു കോഴ്സോ കുരുവട്ടൂർ ഭാഗത്ത് എന്തെങ്കിലും അതിനുള്ള സംവിധാനമുണ്ടോ, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷാ ശൈലിക്കുള്ള വ്യാഖ്യാനമോ, അതിനുവേണ്ടി പല ദിവസമല്ലോ ഉണ്ടോ അറിയില്ല. അവിടെയുള്ള ആളുകൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത്, ഈ പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഇനി നമ്മൾ ഉയരാനുണ്ട്. നൗഷാദ് സാഹിബ് കുരുവട്ടൂർ അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നോർമൽ ടോക്ക്, ആ നോർമൽ ടോക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരുകയും ധാരാളം റിസർച്ചുകളും പഠനങ്ങളും ഒക്കെ നടത്തണം എന്ന രൂപത്തിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആ വാക്കൊന്ന് നമുക്ക് കേട്ട് മുമ്പോട്ട് പോകാം. നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള യോഗ്യതയിൽ പോലും എത്തിയിട്ടില്ല. കിതാബ് അവിടെ നിൽക്കട്ടെ, കിതാബ് ചർച്ചയല്ല, സാധാരണ ചർച്ചയാണ്. കിതാബൊക്കെ അടക്കട്ടെ. നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പോലുമുള്ള യോഗ്യതയിൽ ഇവരെത്തിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഒരു യോഗ്യത വല്ലാത്തൊരു യോഗ്യതയാണ്. അതിനുള്ള ഇദ്ദേഹം പറഞ്ഞത് തന്നെ മനസ്സിലാക്കണമെങ്കിൽ കിതാബൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹം സാധാരണ ടോക്ക് നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ പ്രത്യേകമായ ഒരു യോഗ്യത വേണമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് കേൾക്കാം. നമ്മൾ പറഞ്ഞ വിഷയം പണ്ഡിതന്മാരെ അംഗീകരിക്കണമെങ്കിൽ, വാരിസ്യങ്ങളായി അംഗീകരിക്കണമെങ്കിൽ ഉലമാക്കൾ പ്രവാചകരുടെ അനന്തരക്കാരാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ വാരിസായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഉലമാക്കളുടെ പേരിലുള്ള ഖുർആൻ വേണം എന്നങ്ങ് പറഞ്ഞു പോയതാണ്. വാസ്തവത്തിൽ അത് പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പള്ളികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പള്ളികളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഖുർആന്റെ പേരും കൂടെ അങ്ങ് പറഞ്ഞു പോയതാണ്. വാസ്തവത്തിൽ ഒന്നുകിൽ അതിനെ പറഞ്ഞതിനെ ശ്രദ്ധിക്കാതെ പോവുക, അല്ലെങ്കിൽ അതിന് നാക്ക് വഴി അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ വിഷയത്തെ അവതരിപ്പിക്കുന്ന ശൈലി അദ്ദേഹത്തിന് തന്നെ തൃപ്തിയില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയം തന്നെയാണ്. കാരണം ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത് മുഴുവനും വാരിസ്യങ്ങൾ അവരാണ്. ഉലമാക്കളാരും നമ്മുടെ ഉലമാക്കളാരും ലോകത്തിലുള്ള ഒരു ആലിമും വാരിസല്ല, അവർ 5-6 ആളുകൾ മാത്രമാണ് വാരിസ്യങ്ങളായിട്ടുള്ളത് എന്നുള്ള രൂപമാണ്. ബാക്കി നമുക്ക് കേൾക്കാം. നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള യോഗ്യതയിൽ പോലും എത്തിയിട്ടില്ല. കിതാബൊക്കെ അടക്കട്ടെ. അപ്പം നമ്മൾ സാധാരണ പലരോട് പറയും, നിങ്ങൾ വറസത്തുൽ അംബിയ എന്ന് വെറുതെ വിചാരിച്ച് നിൽക്കണ്ട, നിങ്ങളൊരു ചുക്കുമല്ല. വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഔലിയ, അതെല്ലാവർക്കും അംഗീകാരമാണ്. വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഔലിയ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഏത് തഫ്സീറാണെന്ന് അടുത്ത സ്പീച്ചിലൊന്ന് പറഞ്ഞു കിട്ടിയാൽ നന്നായിരുന്നു. സുൽത്താനുൽ ഔലിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് നിലയിൽ ആർക്കും തർക്കമില്ല. സുൽത്താനുൽ ഔലിയ ആണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അതിനകത്ത് ആർക്കും സംശയമില്ല. വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഔലിയ ആണ് എന്ന് ഏത് തഫ്സീറിലാണെന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാലോ.
സുൽത്താനുൽ അംബിയയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കമില്ല. സുൽത്താനുൽ അംബിയാക്കന്മാരുടെ സുൽത്താനാണ്, അതിനപ്പുറത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനും തർക്കമില്ല. ഇതിന്റെ വാരിസായി വരണമെങ്കിൽ നിങ്ങളൊരു പേരിട്ടാൽ ആ പേര് എല്ലാവരും അംഗീകരിക്കണം. അവിടെയാണ് വിഷയം. അവരുടെ വാരിസായി വരണമെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ വാരിസായി വരണമെങ്കിൽ നമ്മളൊരു പേര് ഒരു പണ്ഡിതന് നാമകരണം ചെയ്താൽ, ഒരു സമൂഹം ഒരു പണ്ഡിതന് ഒരു പേര് നാമകരണം ചെയ്താൽ ആ പേരെന്ത് വേണം? ലോകം മുഴുവനും അംഗീകരിക്കണം. വേണ്ട, കുറച്ചാളുകളും അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം വാരിസാകൂ എന്നതാണ് ഒരു ആലിം വാരിസാകുന്നതിൻ്റെ നിബന്ധന എന്നാണ് വലിയ കാര്യപ്പെട്ട ആളാണെന്ന് സ്വമേധയാ ചിന്തിച്ചു നടക്കുന്ന ഈ സാധു മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഷർത്ത് എവിടെയാണ്, ഏത് കിതാബിലാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കാരണം ഈ ചർച്ചകളുടെ മുഴുവനും, താങ്കളുടെ ഈ പ്രഭാഷണങ്ങളുടെ മുഴുവനും, താങ്കളുടെ ഈ ദഅവത്ത് എന്ന് താങ്കൾ വിചാരിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ മുഴുവനും മാദ്ദ, അതിൻ്റെ അടിസ്ഥാനം അതാണല്ലോ. ഞങ്ങളാണ് വാരിസ്, ഉലമാക്കൾ വാരിസല്ല എന്നതാണ്. അപ്പോൾ ആ നിബന്ധന എവിടെ പറഞ്ഞു എന്ന് ഒന്ന് പറഞ്ഞു കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു. കേൾക്കാം. നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ അംഗീകരിക്കണില്ല. അപ്പൊ എന്ത് വിറാസത്താണുള്ളത്? അവർ നമ്മൾ ചോദിച്ചു, ഔലിയാക്കളാണ് വാരിസീങ്ങൾ, കിതാബ് പഠിച്ചവർ അല്ല. ഹുമുൽ വാരിസൂൻ, അവരാണ് വാരിസീങ്ങൾ. അതിന്റെ ഒരു രേഖ കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തു. ഖുർആൻ സൂറത്തുകളെ പേരെടുത്ത് നോക്കുക. അതിൽ നിങ്ങളെ കാണാം അമ്പിയാക്കന്മാരെ പേരിൽ സൂറത്തുകൾ. സൂറത്ത് ഹൂദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലെ? അതുപോലെ തന്നെ സൂറത്തു യാസീൻ അള്ളാന്റെ റസൂലിന്റെ പേരിലാണ്. ആ ഔലിയ അമ്പിയാക്കളുടെ വാരിസീങ്ങൾ. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒന്നും പറയണം. അദ്ദേഹം പറയുന്നത് തന്നെ അങ്ങനെ ആടിക്കളിച്ചിട്ടാ പറയാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ശൈലി. ഇനിയിപ്പോ ഈ ഒരു അഹില് കിതാബിനെ അങ്ങോട്ട് തിരികെ കയറ്റുന്നുണ്ട്. തൽക്കാലം അങ്ങനെ രക്ഷപ്പെട്ട് പോയി ആ മുമ്പിലുള്ള സാധുക്കളായ ആളുകളെ സമാധാനിപ്പിക്കാമല്ലോ. അവ കേൾക്കുക. ഔലിയാക്കളെ പേരിലും സൂറത്തുണ്ട്. അതാണ് അസ്ഹാബുൽ കഹ്ഫ്, ഔലിയാക്കളാണ് അവർ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻകാലത്തെ ഉമ്മത്തിൽ വലിയായി ജീവിച്ച ആളാണ് ലുഖ്മാനുൽ ഹക്കീം. സൂറത്തു ലുഖ്മാൻ, സൂറത്തു മറിയം. അള്ളാഹിന്റെ റസൂല്, ആ റസൂലിന്റെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ അനന്തരക്കാർ. ആർക്കാ ഇതിൽ തർക്കമുള്ളത്? എന്റെ പ്രിയപ്പെട്ട നൗഷാദ് സാഹിബേ, കുരുവട്ടൂർ സാഹിബേ, ഇതിലിപ്പോ ആർക്കും തർക്കമുണ്ടോ? അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് വാരിസാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മൂല്യാരുടെ പേര് ഇവിടെ മുപ്പര് പറഞ്ഞ വാക്കാണ്. കേട്ടോ, ആ വഴിയിലുള്ള ഔലിയാക്കൾ, അവരെ പേരിലൊക്കെ സൂറത്തുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കിതാബ് ഓതി പഠിച്ച ഏതെങ്കിലും ഒരാളാണ് വാരിസെങ്കിൽ എന്താ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സൂറത്ത് വന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ മൊയ്ലിയാമാരുടെ പേരിൽ എന്താ ഒരു സൂറത്തും കാണാത്തത്? നിങ്ങളുടെ മൊയ്ലിയാരുടെ പേരിൽ ഖുർആനിൽ അധ്യായം ഉണ്ടോ പറഞ്ഞു പോയതാണ്. ഈ ആവേശം കയറുമ്പോ ഖുർആനെ കുറിച്ചാണോ പറയുന്നത്, ഹദീസാണോ? ഒന്നും പെടുത്തല്ല, പറഞ്ഞു പോവാൻ. ഒന്ന് കേട്ടോ. എന്താ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സൂറത്ത് വന്നപ്പോ നിങ്ങൾ ഈ പറഞ്ഞ മൊയ്ലിയാമാരുടെ പേരിൽ എന്താ ഒരു സൂറത്തും കാണാത്തത്? അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളായ ഉലമാന്റെ പേരിൽ എന്തുകൊണ്ടാണ് അധ്യായം ഇല്ലാത്തത്? കിതാബ് ഒരു മൊയ്ലിയാരാണല്ലോ. അഹ്ലിത്താബിൽ മുല്ലാക്ക മനസ്സിലായില്ലേ? അപ്പൊ ഇത് സംഭവം ഇദ്ദേഹം ശ്രദ്ധിക്കാൻ പോയാൽ മതി. നമ്മൾ അയാളുടെ പുറകിലൊന്നും കൂടാൻ പോകുന്നില്ലല്ലോ. എന്താണ് ആ പറഞ്ഞതെന്ന് അദ്ദേഹത്തിനും അറിയില്ല, മുമ്പിലുള്ളവർക്കും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് നാക്കുപിഴയാവാം, അല്ലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാൽ മതി. ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവേശം കാണിക്കരുതെന്ന് പറയാനായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കേൾക്കുക. എത്ര ആളുണ്ടായിരുന്നു അന്ന് കിതാബ് പഠിച്ച് നിങ്ങളെ പോലെ ഔലിയാക്കളും അമ്പിയാക്കളായിട്ട് ബന്ധമില്ലാതെ ജീവിച്ച ആളുകൾ അന്നും ഇന്നും എന്നുണ്ട്. അപ്പൊ അവരെ പേരിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പേരിലോ ഒരു സൂറത്ത് പോലും ഇല്ല. അതൊക്കെ വിറാസത്തിന്റെ രേഖയാണ്. ഇതാ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള പവറിൽ പോലും വരെത്തിയിട്ടില്ല. പിന്നെ എന്നോട് പറയുന്നുണ്ട്, കാരണം ഇത് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പറഞ്ഞിട്ട് ഫിറ്റ് ആകാത്തോണ്ട് ഒന്നും കൂടെ അങ്ങോട്ട് പറയാണ്. കാരണം ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു ഫിറ്റ് അല്ലാത്ത മറുപടി ഇത് എന്റെ മുമ്പിലുള്ള ആളുകൾ ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ചുക്ക് അവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നോടൊപ്പമുള്ള ആളുകൾ നാളെ ചോദിക്കും, മറ്റേ പറഞ്ഞതിന് മറുപടി നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് പറയുകയും വേണം. എന്നാൽ ഈ മുമ്പിലുള്ളവർക്ക് അവരെ ഒന്ന് പിടിച്ചിരുത്തുകയും വേണം. അതിന് ഒന്നും കൂടെ ഒന്ന് പറയാണ്, നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, നമ്മൾ പറഞ്ഞത് തിരിയില്ല, അതുപോലും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അത് ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കുറച്ച് മുബാലകത്തായിട്ട് പറയാം. മുമ്പ് ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഒന്ന് കൃത്യമായിട്ടൊന്ന് കേൾക്കുക. എങ്ങനെ നിങ്ങൾക്ക് അനന്തരം ഉണ്ടാകുക? ഇനി നോക്കൂ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള പള്ളികൾ എടുത്തു നോക്കൂ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകത എന്താ? ആദ്യമായി അല്ലാഹു തആല നിർമ്മിച്ച പള്ളി. ഇവിടെ ആർക്കാണ് അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? അള്ളാഹ് നിർമ്മിക്കാറിനാൽ
മലക്കുകൾ കഅബ നിർമ്മിക്കുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിക്കുന്നു കഅബ. അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം. അപ്പോൾ ഇബ്രാഹിം നബി പുനർനിർമ്മിച്ച പള്ളി. സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. ആ പള്ളിയുടെ പ്രത്യേകത അതാണ്. ഇനി മസ്ജിദുൻ നബവി എന്നാണ് ആ പള്ളിയുടെ പ്രത്യേകത. പേരിൽ തന്നെയുണ്ട് നബിയുടെ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളി. മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എന്നാൽ ആരുണ്ടാക്കിയ പള്ളി? നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ പള്ളി. അപ്പോൾ ആ പള്ളികളൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആ പള്ളി ഉണ്ടാക്കിയവരിലേക്ക് ചേർത്തിട്ട്, അല്ലെങ്കിൽ ആ പള്ളിയിൽ വന്ന ആളിലേക്ക് ചേർത്തിട്ട്. ഇപ്പൊ നാഗൂർ ശൈഖുന ഒരു പള്ളിയിൽ വന്നാൽ ഇത് അവരുടെ പള്ളിയാണ്, അവർ വന്ന പള്ളിയാണ്, അല്ലെ? മസ്ജിദുൽ ഖിബ്ലതൈൻ, ഒരേ നിസ്കാരം രണ്ട് ഖിബ്ലയിലേക്കായി നിസ്കരിക്കപ്പെട്ട പള്ളി. ആര് നിസ്കരിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ അരീഷ് ബദറിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സ്ഥാനത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തമ്പുണ്ടായിരുന്നത്. മസ്ജിദ് മുഹയ്യദ്ദീൻ, മസ്ജിദ് ഷാദുലി, മക്കയിൽ തന്നെ കാണാം. മസ്ജിദുൽ ഹമാം, മസ്ജിദുൽ ബുഖാരി, മസ്ജിദ് ആയിഷ ബീവിയുടെ പ്രത്യേക സംഭവം നടന്ന അതേ സ്ഥലത്ത് പള്ളി വന്നപ്പോൾ മസ്ജിദ് ആയിഷയായി. ഓരോ മഹത്തുക്കളുടെയും മഹതിമാരുടെയും പേരിലൊക്കെ പള്ളിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുവരാണ്. മസ്ജിദുൽ ഫത്ഹ് നോക്കൂ നിങ്ങൾ, എവിടെയാണ് നിങ്ങൾക്ക് വിറാസത്തുള്ളത്? അന്നത്തെ ഒരു പാരമ്പര്യം നിലനിർത്താൻ പോലും ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞോ? എവിടെയെങ്കിലും കഴിഞ്ഞോ ഈ പള്ളിയുടെ കാര്യത്തിൽ പോലും? ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ തന്നെ ചിന്തിക്കാണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി. അതായത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുൻഗാമികളിലുള്ള മഹത്തുക്കളുടെയും മഹാന്മാരുടെയും പേരിലൊക്കെയുള്ള പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ കാലത്ത് ഒരു വിറാസത്തുള്ള ആലിമായി അംഗീകരിക്കണമെങ്കിൽ ആ മഹാന്റെ പേരിൽ ഒരു പള്ളി വേണം. അത് ഏത് കിതാബിലാണ് സാഹിബ പറഞ്ഞിട്ടുള്ളത്? അതാണോ ഷർത്ത്? വാരിസാകുന്നതിന്റെ ഷർത്ത് അതാണോ? ആളിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാവുക, ആളിന്റെ പേരിൽ ഒരു ഖുർആനിക അധ്യായം ഉണ്ടാവുക, ഇതൊക്കെയാണോ ആലിമീങ്ങൾ വാരിസീങ്ങളാണ് എന്നതിന്റെ അടയാളം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന അതാണ്. വിറാസത്ത് ഉണ്ടാകണമെങ്കിൽ ആ പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാകണം. അതാണ് ഷർത്ത് എന്നാണ് ഈ സാധു മനസ്സിലാക്കിയിട്ടുള്ളത്. കേൾക്കാം. മമ്പുറം തങ്ങളുടെ പള്ളി. ഇവരെ ഏതെങ്കിലും മൊയിലാരുടെ പേരിൽ ഒരു പള്ളി പറയും. ഹാദാ മസ്ജിദ് പേരോട് അങ്ങനെയുണ്ടാവും. ഹാദാ മസ്ജിദ് പേരോട്. പേരോട് ഉസ്താദിന്റെ പേരിൽ പള്ളി ഉണ്ടോ? അപ്പൊ നാളെ പേരോട് ഉസ്താദിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ പേരോട് ഉസ്താദ് ആരാകും? മൂപ്പരുടെ ആ തഅ്വീലനുസരിച്ച് പേരോട് ഉസ്താദിന്റെ പേരിൽ നാളെ ഒരു പള്ളി വന്നാൽ പേരോട് ഉസ്താദ് വാരിസായി. ഖലീൽ തങ്ങളുടെ പേരിൽ നാളെ ഒരു പള്ളി വന്നാൽ ഖലീൽ തങ്ങൾ വാരിസായി. എപി ഉസ്താദിന്റെ പേരിൽ പള്ളികൾ വന്നാൽ പാസ്സായി. നൗഷാദ് സാഹിബ്, നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ പറയുന്നതിനെ കുറിച്ചൊന്ന് വണ്ട കൊടുത്തൂടെ? ഗൾഫ് നാടുകളിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികൾ ആരുടെ പേരിലാണ്? എത്രയോ അവിടെയുള്ള ഷെയ്ഖുമാരുടെ പേരിൽ, അവിടെയുള്ള അറബികളുടെ പേരിൽ എത്രയോ പള്ളികൾ ആരുടെ എല്ലാം പേരിലുണ്ട്? ഏതിന്റെ എല്ലാം പേരിലുണ്ട്? ഇതാണോ നിബന്ധന? ഒരു പള്ളി ഒരാളുടെ പേരിൽ വന്നാലാണ് ആ പണ്ഡിതന് വിറാസത്ത് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നുകൂടി ഒന്ന് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, ഞങ്ങൾക്ക് കോഴ്സിന് പോയി നിങ്ങളുടെ പ്രസംഗം മനസ്സിലാക്കാനുള്ള യോഗ്യത, ആ മുമ്പേ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ യോഗ്യതയ്ക്കുള്ള 6 മാസ കോഴ്സിന് വരാനുള്ള സമയമൊന്നുമില്ല, നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് ഉരിയാടിയാലും. എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ലട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? അപ്പൊ അതിനോട് ചേർത്ത് ഇദ്ദേഹം പറഞ്ഞു പോകാണ്. അവിടെയാണ് പോയിന്റ്. പേരോട് ഉസ്താദിന്റെ പേരിൽ പള്ളി നാമകരണം ചെയ്തിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പള്ളി ഉണ്ടോ? എ പി ഉസ്താദിന്റെ പേരിലുണ്ടോ? നമ്മൾ അവകാശപ്പെടുന്ന ആലിമീങ്ങളുടെ പേരിലുണ്ടോ എന്ന് ചോദിച്ചതിന്റെ പുറകിൽ അദ്ദേഹം അറിയാതെ ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായമുണ്ടോ എന്നും കൂടെ പറഞ്ഞു പോയതാണ്. അതിന് ഇടയ്ക്കൊരു അഹ്ലു കിതാബിനെ തിരികെ രക്ഷപ്പെടേണ്ട യാതൊരു ആവശ്യവും ഒരു മുഖത്തവയും അവിടെ ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. ബാക്കി നമ്മൾ കേട്ടോ, ഇതിനോട് ചേർത്ത് അങ്ങ് പറയാൻ അദ്ദേഹം പറഞ്ഞെന്താണ് ഒന്നുകൂടെ നിലനിർത്താൻ പോലും ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞോ? എവിടെയെങ്കിലും കഴിഞ്ഞോ ഈ പള്ളിയുടെ കാര്യത്തിൽ പോലും? ഇനി ഞാൻ ചോദിക്കട്ടെ, അവിടെ തന്നെ ചിന്തിക്കാണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി, മമ്പുറം തങ്ങളുടെ പള്ളി. ഇവർ ഏതെങ്കിലും മൊയിലാരുടെ പേരിൽ ഒരു പള്ളി പറയും. ഹാദാ മസ്ജിദ് പേരോട്. മൊയിലിയാരുടെ പേരിലുള്ള പള്ളിക്ക് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് അഹ്ലു കിതാബിന്റെ ആലിമുകളെ കുറിച്ചല്ല, മസ്ജിദ് പേരോടെന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുണ്ടാവും. എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ലട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലെ, സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളുടെ മൊയിലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്തത്? നിങ്ങളുടെ മൊയിലാരുടെ പേരിൽ പള്ളി ഇല്ലാത്തത് എന്താണ്? ശരിക്കും മനസ്സിലാക്കണം. എത്രത്തോളം ഈ സാധുക്കളെ ഈ സാഹിബ് പറ്റിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. നിങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് പള്ളിയില്ല? അതാണ് വിറാസത്തിന്റെ പുള്ളി പഠിച്ച ഡെഫിനിഷൻ. അതിനൊരു ഉദാഹരണം മസ്ജിദ് പേരോട്. അടുത്തത് ഖുർആനിൽ നിങ്ങളുടെ മൊയിലാരുടെ പേരിൽ ഒരു അധ്യായം ഉണ്ടോ? അടുത്ത ചോദ്യമാണ്. ഇതാണ് ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോകാൻ. ഈ പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തവും സാധാരണക്കാർ കേട്ടാൽ
എന്തു പറ്റി ഇദ്ദേഹത്തിന്? മാനസിക രോഗികൾ പോലും പറയാത്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്ന് തോന്നിപ്പോകും. കേട്ടോളൂ. ഔലിയാക്കളുടെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളുടെ പേരിൽ പള്ളികളുണ്ട്, സ്വഹാബത്തിന്റെ പേരിലുണ്ട്. ഒരൊറ്റ വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, അധ്യായം ഉണ്ടോന്ന്. പെട്ടെന്ന് അതങ്ങ് പള്ളിയിലേക്ക് തിരിച്ചു വിട്ടു. ഒന്നും കൂടെ അത് കേട്ടോളൂ. എന്ത് വിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്? ഒരു വിഷയത്തിലും ഇല്ലട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് മുഹമ്മദ്, അല്ലെ, സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെ മൊയിലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്ത്? ഔലിയാക്കളുടെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളുടെ പേരിൽ പള്ളികളുണ്ട്, സ്വഹാബത്തിന്റെ പേരിലുണ്ട്. എന്താണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കുക. ഇദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ സാധുക്കളായ മുത്തഅല്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ആ സ്പീച്ചിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ജനങ്ങൾക്ക് 4 നേരം ചിരിക്കാനുള്ള വകുപ്പുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ അത് കാണുമ്പോൾ മാറും. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മൂപ്പരുടെ ഈ സ്പീച്ചൊക്കെ എടുത്ത് വെച്ച് കേട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് വലിയ വലിയ ആലിമ്യങ്ങൾ അവർക്ക് വലിയ സേവനം ചെയ്യാനുള്ളവരാണ്, അവർക്ക് വലിയ ദൗത്യമുള്ളവരാണ്. അവർക്ക് നിങ്ങളെപ്പോലെ കവലകളിൽ മാലിന്യം ഛർദ്ദിക്കാനുള്ളവരല്ല. അവർക്കൊക്കെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത വലിയ വലിയ ഉത്തരവാദിത്തമുണ്ട്. സമുദായത്തിന്, രാജ്യത്തിന് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖമറുൽ ഉലമ AP ഉസ്താദ് അവറുകൾ അടക്കമുള്ള മഹത്തുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഹിഫ്ളും നുസ്റത്തും ഹിമായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.